പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിന്റെ 5-ാം ഞായറാഴ്ച കർത്താവിന്റെ സൗഖ്യദാന ശുശ്രൂഷയിൽ കൂനിയായ സ്ത്രീക്ക് രോഗശാന്തി ലഭ്യമാകുന്നതിനെ നാം ഓർക്കുന്നു. അന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്റ്റിന് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. Gospel written by Saint Luke chapter 13 verses 10 through 17. ഈ പരിശുദ്ധ നോമ്പ് ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതായ വ്യക്തിതലത്തിലും സഭാതലത്തിലും അല്ലെങ്കിൽ ആരാധനാതലത്തിൽ നാം എപ്രകാരമായിരിക്കണം എന്ന് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. ഒന്നാമത്തെ ആശയം 10-11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്. ഷി വാസ് അഫ്ലിക്റ്റഡ് ബൈ a spirit in her body. തന്റെ ശരീരത്തിലാണ് ഒരു രോഗാത്മാവ് ആ സ്ത്രീയെ ബാധിച്ചിരുന്നത്. എന്നിരുന്നാലും അതോടൊപ്പം നാം ചിന്തിക്കേണ്ടത്, യേശു തമ്പുരാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉപദേശിച്ചുകൊണ്ടിരുന്ന ഒരു സിനഗോഗിൽ ആ സ്ത്രീ അവിടെ പ്രസന്റ് ആയിരുന്നു. ഷി വാസ് പ്രസന്റ് ഇൻ ദ synagogue where Jesus was preaching. Even though she was afflicted by a spirit in her body, her very will, her very inner soul led her to the place where Jesus was preaching in the synagogue. നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന രോഗാത്മാവിനെ ഈ പരിശുദ്ധ നോമ്പ് ദിവസങ്ങളിൽ ഒന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കണം. നമ്മളെ ശരീരത്തിൽ തളർത്തുന്നതായ ചില അനുഭവങ്ങൾ എന്തെല്ലാം, നമ്മളെ ആരാധനയിലേക്ക് എത്തിക്കുവാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാം. അത് നമ്മുടെ മടിയാകാം, നാം മുൻഗണന കൊടുക്കുന്ന പല കാര്യങ്ങളാവാം, അത് നമ്മളെ ശരീരത്തിൽ പിടികൂടിയിരിക്കുന്ന ഒരു അശുദ്ധാത്മാവായിരിക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു ആരാധനയിൽ ദൈവസൃഷ്ടി സംബന്ധിക്കണം എന്നുള്ള ഒരു ദൈവഹിതം, അതിന് വിരുദ്ധമായി നിൽക്കുന്നതായ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ എന്തെല്ലാം, ഏത് മേഖലയിലുള്ള കാര്യങ്ങളാണെന്നും നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയുടെ അനുഭവമാണ്, പ്രയാസമുള്ള ഒരു അനുഭവമാണ്. ശരീരത്തിൽ ഏറെ കഷ്ടതകളുണ്ട്, ഒട്ടും നിവരുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഒന്ന് മതി, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവ്. എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എന്നെ പരിശുദ്ധമായ ബലിപീഠത്തിങ്കിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മെ ഭരിക്കട്ടെ. ഇന്ന് പല യുവാക്കളും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള അനേകരും ഒരു പരിഗണന അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നത് എന്തിനെന്ന് നാം ഒന്ന് വിലയിരുത്തണം. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. മറ്റുള്ളവരുടെ ജീവിതമല്ല, എൻ്റെതായ ജീവിതത്തെ ബന്ധനത്തിലാക്കുന്നതായ മുൻഗണനകളൊക്കെ എന്ത്, ബന്ധനങ്ങൾ എന്ത്, എന്നെ പിടികൂടിയിരിക്കുന്ന ആത്മാവ് എന്ത്, എന്നെ ദൈവസന്നിധിയിൽ നിന്ന് ശാരീരികമായും മാനസികമായും അകറ്റി നിർത്തുന്നതായ ബന്ധനങ്ങൾ എന്തെല്ലാം എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തിരിച്ചറിയണം. രണ്ടാമതായി 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു തമ്പുരാൻ ആ സ്ത്രീക്ക് സൗഖ്യം നൽകിക്കൊണ്ട് അതേ തുടർന്ന് 14-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചോളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഇത് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് അനുരൂപപ്പെടുന്ന ഒരു വാക്യമല്ലയോ എന്നൊന്ന് ചിന്തിക്കണം. നമുക്ക് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ഏത് മനോഭാവത്തിലൂടെയാണ് സംബന്ധിക്കുന്നതും എന്ന് നാം ഒന്ന് ചിന്തിക്കണം.
ഈ പള്ളിപ്രമാണിയുടെ ഒരു സ്വഭാവത്തിനോട് സദൃശ്യമാണോ നമ്മുടെ ഒരു ആരാധന രീതി എന്നൊന്ന് ചിന്തിക്കണം. ഒരു സോഷ്യൽ ഹിപ്പോക്രസിയുടെ ഒരു എലമെന്റ് ഇവിടെ പ്രകടമാകുന്നുണ്ട്. നാം സമൂഹത്തിൽ കൂടി വരുമ്പോൾ നാം ധരിക്കുന്നതായ ഒരു കാപഠ്യം, when we come in as a community, the Satan tends to influence us with a communal hypocrisy. സമൂഹത്തിൽ കൂടി വരുമ്പോൾ നാം ധരിക്കുന്നതായ ചില കാപഠ്യം, അത് ഈ വാക്യത്തിലൂടെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അനേകർ കടന്നു വന്നിട്ടുണ്ട്. ആ സിനഗോഗിലെ പ്രമാണിയായിരിക്കുമ്പോൾ തന്നെ യേശുതമ്പുരാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തൊരു കഥാപാത്രം, ആ സിനഗോഗിലെ പ്രമാണി, യേശുതമ്പുരാൻ ഒരു സ്ത്രീക്ക് സൗഖ്യം നൽകിയത് ശബത്തിലായതുകൊണ്ട് അതിൽ നിരസപ്പെടുന്നു. കാപഠ്യമുള്ള ഒരു ജീവിത രീതിയാണ്. സാക്ഷാൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാകുന്ന വചനമായ ദൈവം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നതായ ചില പോളിസീസ്, ചില ഡെഡ് പോളിസീസ്, ആത്മാവിനെ തിരിച്ചറിയാതെ, ദൈവാത്മാവിന്റെ ബോധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവർ ജീവിതത്തിൽ ധരിച്ചിരിക്കുന്നതായ ചില ഡെഡ് പോളിസീസ്, അതൊരു കാപഠ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം നമ്മളെ പിടികൂടിയിരിക്കുന്നു എന്നൊന്ന് വിലയിരുത്തണം. നാം സമൂഹത്തിൽ, സഭയിൽ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ അനേകർ കുറവുള്ളവർ കാണും, അനേകർ തെറ്റ് ചെയ്തിട്ടുള്ളവർ കാണും. എന്നാൽ അവർക്ക് ദൈവസന്നിധിയിൽ നിന്നും ഒരു കരുണ, ഒരു അനുഗ്രഹം ലഭ്യമാകുമ്പോൾ നാം അതിനെ വിമർശിക്കുന്ന കൂട്ടത്തിലാണോ അതോ അതോടൊപ്പം സന്തോഷിക്കുന്നവരാണോ? സക്രിയ പുരോഹിതനും ഏലിശുബായിക്കും ദൈവം കരുണ ചെയ്ത് ഒരു അനുഗ്രഹം നൽകിയപ്പോൾ ബന്ധക്കാരും ചാർച്ചക്കാരും അവരോടൊപ്പം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നാം കൂടി വരുന്നതായ സഭയിലും സമൂഹത്തിലും നമ്മളോടൊപ്പമായിരിക്കുന്ന സമസൃഷ്ടികൾ, അവർക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അതുമായിട്ട് അതിനോട് നീരസപ്പെടാതെ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും അവർക്ക് വേണ്ടി ദൈവികമായ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആദ്യമേ സമൂഹത്തിൽ കൂടി വരുമ്പോൾ നാം ധരിക്കുന്നതായ കാപഠ്യം, അതിനെ ഉപേക്ഷിക്കുന്നവരും അതിനെ തരണം ചെയ്യുന്നവരും ആത്മീയമായി അതിനെ നീക്കം ചെയ്യുന്നവരുമായി നാം ജീവിക്കണം. മൂന്നാമതായി ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ പള്ളിപ്രമാണിയോട് യേശു തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ഈ വേദഭാഗത്തിൽ ആ സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല, പേരൊന്നും പറയപ്പെടുന്നില്ല. എന്നാൽ യേശു തമ്പുരാൻ ആ സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നു. അബ്രഹാമിന്റെ മകളായ ഇവൾ ശബത്ത് നാളിൽ സൗഖ്യം പ്രാപിക്കണ്ടായോ? സാത്താൻ പിടികൂടിയിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ശബത്ത് നാളിൽ, അല്ലെങ്കിൽ വിശുദ്ധ ദിവസം, അല്ലെങ്കിൽ നാം ഇന്ന് കൂടി വരുന്നതായ കർത്തൃദിവസം, അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ കർത്തൃദിവസത്തിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവികമായ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിൽ ഓരോ സൃഷ്ടിയും അത് കടന്നു വന്ന് അത് അനുഭവിക്കണം എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായി നിൽക്കുന്നത് നാം ഒന്ന് തിരിച്ചറിയണം. എൻ്റെതായ ജീവിതത്തിൽ എന്താണ് ആ ദൈവികമായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നത്? എന്നാൽ അതിനെ ഒരുക്കുന്ന കാര്യമാണ് ഏറെ പ്രാധാന്യം. ആ ദൈവികമായ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ
നമുക്കൊരു ഐഡന്റിറ്റി ലഭ്യമാകുവാൻ അബ്രഹാമിന്റെ മകൻ, അബ്രഹാമിന്റെ മകൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടുകൂടി വേണം ഓരോ വിശുദ്ധ കൂദാശയിൽ സംബന്ധിക്കുവാൻ. നമ്മുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. ഇന്ന് നമ്മൾ പല പെരുന്നാളുകൾ ആചരിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാൾ ആചരിക്കുന്നു. പരിശുദ്ധന്മാരായ അനേകരുടെ സഹോദരന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഈ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ ജീവിതത്തിൽ പ്രകടമാക്കിയ മൂല്യങ്ങളെ അതൊന്ന് സ്വാംശീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ആ പെരുന്നാളുകളുടെ വിജയം. നേരെ മറിച്ച് നമ്മുടെ ഓരോ പെരുന്നാളുകൾ നിർജീവമായ പെരുന്നാളുകൾ, വലിയ ലൈറ്റും സൗണ്ടും വലിയ ബാൻഡ് മേളയും, അല്ലെങ്കിൽ മനുഷ്യരാൽ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ലൈക്സ് കിട്ടുവാനും എല്ലാവരും അത് കണ്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനുമുള്ള പെരുന്നാളുകളാണ്. ചിന്തയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ഓരോ കർത്തൃദിവസം നമ്മുടെ ജീവിതത്തിൽ നാം ആചരിക്കുമ്പോൾ എത്രമാത്രം നമ്മളെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു വരുന്നു. ഈ നോമ്പ് ദിവസങ്ങളിൽ നാം ആർജിച്ച് എടുക്കേണ്ടിയ കാര്യങ്ങൾ അതുതന്നെയാണ്. അബ്രഹാമിന്റെ മകൻ, അബ്രഹാമിന്റെ മകൾ സത്യവിശ്വാസത്തോടുകൂടി, സത്യ അനുതാപത്തോടുകൂടി എന്നെ ബാധിച്ചിരിക്കുന്ന രോഗാത്മാവിനെ, അതിനെ തരണം ചെയ്ത് ദൈവാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു, അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ കർത്തൃദിവസം ആചരിക്കുമ്പോൾ പൂർണ്ണ മോചനവും ദൈവ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്നതാണ്. വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നാമതായി, ബലഹീനമായ എൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നതായ ബന്ധനങ്ങൾ, എന്നെ ബന്ധനത്തിലാക്കുന്നതായ കാര്യങ്ങൾ എന്തെല്ലാം ഒന്ന് തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ നിന്നും അകലെ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിക്കുന്നതായ ബന്ധനങ്ങളും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായ മുൻഗണനകളൊക്കെ എന്തെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ഒന്ന് തിരിച്ചറിയണം. രണ്ടാമതായി, സമൂഹത്തിൽ കൂടി വരുമ്പോൾ ദൈവികമായ ഉദ്ദേശ്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, പ്രകടമാകുന്ന ചില സ്വഭാവങ്ങൾ, ചില കാപഢ്യങ്ങൾ, അതിനെ ഉപേക്ഷിക്കുന്നവരായി നാം ജീവിക്കണം. മൂന്നാമതായി, ഓരോ വിശുദ്ധ ദിവസം നാം ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണോ നാം മടങ്ങിപ്പോകുന്നത് എന്ന് സ്വയം പരിശോധിക്കണം. ഒരു ആത്മശോധന ആവശ്യമാണ്. ഓരോ വർഷവും ഈ നോമ്പ് ദിവസങ്ങളൊക്കെ നാം ആചരിക്കുന്നുണ്ട്. ഓരോ വർഷവും പെരുന്നാളുകൾ ആചരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ലഭ്യമാകേണ്ടതായ ആത്യന്തികമായ അനുഗ്രഹങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ തന്നെ ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. ദൈവത്താൽ അബ്രഹാമിന്റെ മകൻ, അബ്രഹാമിന്റെ മകൾ എന്നുള്ള ഒരു വിളിക്ക് ഞാൻ യോഗ്യയാകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കണം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.